SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെയും വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി അടക്കമുള്ള ബോർഡ് അംഗങ്ങളെയും അയോഗ്യരാക്കി ഹൈക്കോടതി. കമ്പനി നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത സ്ഥാപനം കഴിഞ്ഞ 9 വർഷമായി വാർഷിക റിട്ടേൺ സമർപ്പിച്ചില്ല എന്ന് കണ്ടെത്തിക്കൊണ്ടാണ് കോടതിയുടെ നടപടി. താൽക്കാലിക ഡയറക്ടർമാരെ നിയമിച്ച് ഭരണം നടത്താൻ സർക്കാരിന് കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിധിക്കെതിരെ ഉടൻ അപ്പീൽ പോകുമെന്നും നിലവിലെ ഭരണസമിതി അംഗങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്ന സാഹചര്യമാണ്. നിയമ പോരാട്ടം തുടരാനാണ് അവരുടെ തീരുമാനം. അപ്പോൾ ഇതിന്റെ ഇമ്പാക്ട് എന്താണ് എന്നതാണ് നമ്മൾ അടുത്ത ഫോക്കസിൽ നോക്കാൻ പോകുന്നത്. കമ്പനി ആക്ടിന്റെ ലംഘനം നടന്നതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ കോടതി നടപടി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ, പ്രസിഡന്റ് MN സോമൻ, വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി തുടങ്ങിയവരടക്കം എല്ലാ ഭാരവാഹികളെയും സ്ഥാനത്ത് നിന്ന് അയോഗ്യരാക്കിയിട്ടുണ്ട്. SNDP യോഗത്തിന് പുതിയ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ നിയമിക്കാൻ ഉത്തരവിട്ടിട്ടുണ്ട്. ജസ്റ്റിസ് TR രവിയുടെ സിംഗിൾ ബെഞ്ചിന്റേതാണ് ഈ ഉത്തരവ്. SNDP യോഗം കമ്പനി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത സംഘടനയാണ്. ഇതിലെ ഡയറക്ടർമാരാണ് വെള്ളാപ്പള്ളിയും തുഷാർ വെള്ളാപ്പള്ളിയും ഉൾപ്പെടെയുള്ളവർ. കമ്പനി ഡയറക്ടർമാർക്ക് DIN, അതായത് ഡയറക്ടേഴ്സ് ഐഡന്റിഫിക്കേഷൻ നമ്പർ അക്കൗണ്ട് നിർബന്ധമാണ്. എന്നാൽ ഇവരുടെ DIN അക്കൗണ്ടിന് സാധുതയില്ല എന്നതാണ് ഹൈക്കോടതി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. തുടർന്നാണ് കമ്പനീസ് ആക്ടിന്റെ 164(2) പ്രകാരം വെള്ളാപ്പള്ളി അടക്കമുള്ളവരെ അയോഗ്യരാക്കി ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. തുടർച്ചയായ 3 വർഷം വാർഷിക കണക്കുകളും റിട്ടേണുകളും സമർപ്പിക്കുന്നതിൽ ഭരണസമിതിക്ക് വീഴ്ച വരുത്തി എന്നും ഇത് കമ്പനി ആക്ടിന്റെ ലംഘനമാണ് എന്നും ഹൈക്കോടതി കണ്ടെത്തിയിട്ടുണ്ട്. നിലവിലെ ഭാരവാഹികൾ 2014 മുതൽ IG രജിസ്ട്രേഷന് വാർഷിക അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടില്ല എന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. 3 വർഷം തുടർച്ചയായി സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടില്ലെങ്കിൽ നടപടിയെടുക്കാവുന്നതാണ്. എന്നാൽ SNDP യോഗം സർക്കാരിനെ സമീപിക്കുകയും ഫൈൻ അടയ്ക്കുകയും ചെയ്തു. ഇതോടെ യോഗത്തിന് സർക്കാർ മാപ്പ് നൽകുകയും തുടരാൻ അനുവദിക്കുകയും ചെയ്തു. ഇതിനെ ചോദ്യം ചെയ്താണ് അന്തരിച്ച എഴുത്തുകാരൻ MK സാനുവും SNDP യോഗം സംരക്ഷണ സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് S ചന്ദ്രസേനനും ഹൈക്കോടതിയിൽ പെറ്റീഷൻ കൊടുത്തത്. കമ്പനി നിയമപ്രകാരം കമ്പനികൾക്ക് മാത്രമേ ഇത്തരം പിഴവുകളിൽ മാപ്പ് കൊടുക്കാനാകൂ എന്നും വ്യക്തികൾക്ക് മാപ്പ് കൊടുക്കാൻ സർക്കാരിന് സാധിക്കില്ല എന്നും ഇവർ കോടതിയിൽ വാദിച്ചു. 2024 MK സാനുവും അഡ്വക്കേറ്റ് S ചന്ദ്രസേനനും കേസ് കൊടുത്തത്. പകരം സംവിധാനം എന്ന നിലയിൽ SNDP യോഗത്തിന് ഡയറക്ടർമാരെ നിയമിക്കാൻ സർക്കാരിന് ഹൈക്കോടതി ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഹൈക്കോടതി ഉത്തരവ് അറിഞ്ഞതായി വെള്ളാപ്പള്ളി നടേശൻ സ്ഥിരീകരിച്ചു. തന്നെ മാത്രമല്ല മുഴുവൻ ഭാരവാഹികളെയും കോടതി നീക്കിയിട്ടുണ്ട്. വിധി വിശദമായി പഠിച്ച ശേഷം പ്രതികരിക്കാം എന്നതാണ് അദ്ദേഹത്തിന്റെ ഇക്കാര്യത്തിലുള്ള മറുപടി. എന്തായാലും വെള്ളാപ്പള്ളിയെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റിയ ഹൈക്കോടതി തീരുമാനം സ്വാഗതം ചെയ്താണ് ഇപ്പോൾ വിമത വിഭാഗം രംഗത്തെത്തിയിരിക്കുന്നത്. ദീർഘകാലമായി നടത്തിയ നിയമയുദ്ധത്തിന്റെ വിജയമാണിതെന്ന് അഡ്വക്കേറ്റ് CK വിദ്യാസാഗർ പ്രതികരിച്ചു. യോഗത്തെയും യോഗത്തിന്റെ സ്വത്തുക്കളെയും കുടുംബ സ്വത്താക്കി മാറ്റുന്ന നാളുകളിലാണ് ഈ വിധി വന്നിരിക്കുന്നതെന്നും വിദ്യാസാഗർ പറഞ്ഞു. സത്യത്തിന്റെ വിജയമെന്ന് ഗോകുലം ഗോപാലനും NDP സംരക്ഷണ സമിതി ചെയർമാൻ ചന്ദ്രസേനനും പ്രതികരിച്ചു. ഈ വിഷയത്തിൽ അവരുടെ പ്രതികരണങ്ങൾ കാണാം. ദീർഘകാലമായി ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നിയമ യുദ്ധങ്ങൾ അതിൻ്റെ ഒരു കൾമിനേഷനിൽ എത്തിയിരിക്കുകയാണ്. വളരെ നേരത്തെ ഉണ്ടാകേണ്ട ഒരു തീരുമാനമാണിത് വാസ്തവത്തിൽ. പക്ഷേ ഈ കേസ് നടപടികൾ അനന്തമായി നീട്ടിക്കൊണ്ടു പോകാനുള്ള നടേശൻ്റെയും നടേശൻ നിയോഗിക്കുന്ന അഭിഭാഷകരുടെയും ഒരു തന്ത്രങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നീണ്ടു പോയതാണ്. വെള്ളാപ്പള്ളി നടേശൻ്റെയും അദ്ദേഹത്തിൻ്റെ സാമന്തന്മാരുടെയും നീരാളിപ്പിടുത്തത്തിൽ നിന്നും യോഗത്തെ മോചിപ്പിക്കാനുള്ള ഒരു അവസരമായിട്ട് മാത്രമാണ് ഞങ്ങളിതിനെ കാണുന്നത്. SNDP യോഗത്തെയും അതുപോലെ യോഗത്തിൻ്റെ വലിയ സ്വത്തുക്കളെയുമൊക്കെ ഈ കുടുംബ സ്വത്താക്കി മാറ്റപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന നാളുകളിലാണ് ഈ വിധി വന്നിരിക്കുന്നത്. ഇത് അനുസരിച്ചിട്ട് ഈ SNDP യോഗത്തിൻ്റെ ഡയറക്ടേഴ്സായിട്ടുള്ള എല്ലാവരും തന്നെ ഇപ്പോൾ പ്രധാന ഭാരവാഹികളും ബാക്കി ഡയറക്ടേഴ്സിൽ എല്ലാവരും തന്നെ ഈ DIN നമ്പർ ഇല്ല എന്ന ഡിസ്ക്വാളിഫിക്കേഷനിലൂടെ പുറത്തേക്ക് പോകേണ്ടി വരും. ഇതൊരു വിജയം സത്യത്തിന്റെ വിജയമാണ്. യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഇതേ ഒരു നേതാവായി നിന്നുകൊണ്ട് നേതൃത്വത്തിൽ നിന്നുകൊണ്ട് തന്നെ സാധാരണക്കാരന്റെ അവകാശങ്ങളോ അധികാരങ്ങളോ ഒക്കെ തന്നെ സ്വയം അതിന് കിട്ടുന്ന വരുമാനങ്ങൾ മുഴുവൻ അദ്ദേഹം സ്വന്തമായി സ്വാർത്ഥ താല്പര്യത്തിന് ഉപയോഗിച്ച് സ്വന്തം കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുന്ന ഒരു അവസ്ഥയാണ് ഇത്രയും കൊല്ലം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഇതിനെ ഞങ്ങൾ 2016 മുതൽ തുടങ്ങിയ പോരാട്ടമാണ്. ഞങ്ങൾ ഈ വിധിയെ
ശ്രീനാരായണ ഗുരുദേവന് സമർപ്പിക്കുക. ശ്രീനാരായണ ഗുരുദേവൻ്റെ തൃക്കൈകളാൽ രൂപപ്പെട്ട SNDP യോഗം കഴിഞ്ഞ 30 വർഷക്കാലമായി ഒരു മാഫിയ സംഘം ഭരിച്ച് അത് ചൂടും മുടിച്ച് ഈ സന്ദർഭത്തിൽ 2016 ഞങ്ങൾ നടത്തിയ നിയമ പോരാട്ടത്തിൻ്റെ ഫലമാണ് ഇന്ന് വെള്ളാപ്പള്ളി നടേശനും മകനും ഉൾപ്പെടുന്ന സംഘത്തെ ആ പ്രസ്ഥാനത്തിൻ്റെ പടിവാതിക്കൽ പോലും എത്താൻ പറ്റാത്ത രീതിയിലുള്ള വിധി വന്നത്. ഈ വിധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാതലെന്ന് പറയുന്നത് SNDP യോഗത്തിൻ്റെ നിലവിലെ ഭാരവാഹികൾ ഇന്നു മുതൽ ഭാരവാഹികളല്ല. വെള്ളാപ്പള്ളി നടേശനും മകൻ തുഷാറും അതോടൊപ്പം തന്നെ MN സോമനും അരേക്കണ്ടി സന്തോഷും ഇന്ന് രാവിലെ 10:20 മുതൽ അവർ SNDP യോഗത്തിൻ്റെ ഭാരവാഹികളല്ലാതായി. അതോടൊപ്പം തന്നെ SNDP യോഗത്തിന്റെ 170 SNDP യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് വെള്ളാപ്പള്ളി നടേശൻ 30 വർഷം പൂർത്തിയാക്കിയതിന് പിന്നാലെയാണ് ഇങ്ങനെ ഒരു പുറത്താക്കൽ ഉണ്ടാകുന്നത്. 2025 ഏപ്രിൽ ജൂലൈ മാസത്തിലാണ് അദ്ദേഹം ഈ പദവിയിൽ 3 പതിറ്റാണ്ട് പൂർത്തിയാക്കിയത്. 30 വർഷം പൂർത്തിയാക്കിയതിനെ തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുത്ത വിപുലമായ ആദരിക്കൽ ചടങ്ങുകൾ സംഘടിപ്പിക്കപ്പെട്ടിരുന്നു. SNDP യോഗത്തിന്റെ അമരക്കാരനായി 3 ദശാബ്ദം ഇരിക്കുക എന്ന് പറയുമ്പോൾ കുമാരനാശാന് പോലും സാധിക്കാത്തതാണ് വെള്ളാപ്പള്ളിക്ക് സാധിച്ചത് എന്നതാണ് മുഖ്യമന്ത്രി അന്ന് ആ ആദരിക്കൽ ചടങ്ങിൽ പറഞ്ഞത്. നിലവിലെ ഭാരവാഹികൾ 2014 മുതൽ IG രജിസ്ട്രേഷന് വാർഷിക അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടില്ല എന്നതാണ് കോടതി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഈ സ്ഥാനത്ത് തുടരാൻ അർഹതയില്ലാതെ തുടർന്ന കാലയളവിലാണ് വെള്ളാപ്പള്ളി ആദരിക്കപ്പെട്ടിരിക്കുന്നത്, പുകഴ്ത്തപ്പെട്ടത് എന്ന് വ്യക്തമാവുകയാണ്. യോഗത്തിന് മാപ്പ് നൽകുകയും തുടരാൻ അനുവദിക്കുകയും ചെയ്ത സർക്കാരിന് കൂടിയേറ്റ തിരിച്ചടിയാണ് യഥാർത്ഥത്തിൽ ഈ കോടതി നടപടി എന്നത് പറയാം. ശ്രീനാരായണ ഗുരു വിഭാവനം ചെയ്ത നവോത്ഥാന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ട ഒരു പ്രസ്ഥാനം കുടുംബവാഴ്ചയിലേക്കും അഴിമതിയിലേക്കും വഴുതി വീണപ്പോൾ കോടതി നടത്തിയ ഒരു തിരുത്തൽ നടപടി ആയി വേണം ഇതിനെ കാണാൻ. ആ നിലയിൽ ഇതൊരു ചരിത്രപരമായ തീരുമാനം കൂടിയാണ്. SNDP യോഗത്തിലെ ദശകങ്ങൾ നീണ്ട ഒരു അധികാര കേന്ദ്രീകരണത്തിന്റെ അന്ത്യം കൂടിയാണോ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്ന് കാത്തിരുന്ന് കാണണം. കാരണം തുടർ നടപടികൾ നിയമ പോരാട്ടത്തിലേക്ക് കടക്കുക എന്നതാണ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് വിമതപക്ഷത്തിന്റെ വലിയ വിജയമാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.